ഭക്തർ എന്ത് ഭക്തിയോട് കൊടുത്താലും ദേവിക്കത് വളരെ സ്വീകാര്യമായിട്ടാണ്. ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൊങ്കാലയുണ്ടോ? നിവേദ്യത്തിൽ പ്രധാനം മണ്ടപ്പുറ്റെന്ന് പറയും. നമുക്ക് അവരവരുടെ ആരോഗ്യവും പ്രധാനമാണ്. ദേവി ഒരിക്കലും കഷ്ടപ്പെട്ട് ചെയ്യണമെന്നൊന്നും പറഞ്ഞില്ല, പക്ഷെ ചെയ്യുന്നത് തൃപ്തിയോടുകൂടി ചെയ്യണം. ഇപ്പോൾ ചന്ദ്രഗ്രഹണം വരുന്നുണ്ട് പൊങ്കാലയുടെ അന്ന്. അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? എൻ്റെ പീക്ക് അവേഴ്സാണ് 3, 10, 7. അതുകൊണ്ടാണ് 3, 10 മുതൽ 7 വരെ ക്ഷേത്രം അടച്ചിടുന്നത്. ക്ഷേത്ര ദർശനം ഉണ്ടാവില്ല. വ്രതം എന്ന് പറയുന്നത് അവരവരുടെ ആരോഗ്യത്തിനെയും കൂടെ നോക്കി വേണം വ്രതം എടുക്കുക. നമ്മൾ നിവേദിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ദേവിക്ക് അത് എങ്ങനെയാണ് നമുക്ക് സമർപ്പിക്കാൻ പറ്റുക? ഈ പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന സാധനം കുത്തി കയറ്റി അതിങ്ങനെ 4 വഴിക്ക് തീയായിരിക്കും. അപ്പോൾ അടുത്ത് നിൽക്കുന്നവർക്കൊക്കെ അത് ബുദ്ധിമുട്ട്, ചൂട് കൂടും. എൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാവരും പൊങ്കാല ഇടും. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ പായസമാണ്. അപ്പം നമ്മൾ ദേവിക്ക് വളരെ കുറച്ച് ഇടും. തെരളി ഉണ്ടാക്കാറുണ്ട്, അതുപോലെ മണ്ടപ്പുറ്റ്. നമ്മൾ എല്ലാവരും അവരവരുടെ ടേസ്റ്റാണ് ദേവിയുടെ ടേസ്റ്റായിട്ട് കാണുന്നത്. മാമിൻ്റെ ഒരു കുട്ടിക്കാലത്ത് ഈ പൊങ്കാല എങ്ങനെയായിരുന്നു? 2-3 ദിവസം മുമ്പ് ആൾക്കാർ വന്ന് അതുണ്ട്. അത് ഇപ്പോഴും മാത്രമല്ല, അത് പണ്ടേ, അതായത് ദൂരെയുള്ള ഒരുപാട് പ്രായം ചെന്ന സ്ത്രീകൾ, അത് രസകരമാണത്. അവരെ സംബന്ധിച്ച് ഒരു വർഷത്തിലൊരിക്കൽ ഇതൊരു ഭയങ്കര ഫ്രീഡമാണ് അവർക്ക്. ദേവിയെ മനസ്സിൽ എല്ലാം നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലെ ദേവിയാണ്. നമസ്കാരം. ആറ്റുകാൽ പൊങ്കാലയുടെ നിറവിലാണ് അനന്തപുരി. ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും വീടുകളിൽ പൊങ്കാല സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എനിക്കൊപ്പം ഉള്ളത് ക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള വി ശോഭയാണ്. നമസ്കാരം. നമുക്കറിയാം, ഒരുപാട് അമ്മമാരാണ് അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകളാണ് ആറ്റുകാൽ അമ്മയ്ക്ക് മുന്നിൽ പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി അനന്തപുരിയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഭാഗങ്ങളിലായിട്ടാണ് എല്ലാവരും പൊങ്കാല അർപ്പിക്കുന്നത്. അപ്പോൾ അവരെന്തായാലും അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നമുക്കിപ്പോൾ അറിയാം, പണ്ടത്തെക്കാളും ഈ പൊങ്കാല വളരെ ദൂരം വ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ പലരും ഇപ്പോൾ പലർക്കും അവരുടെ വീട്ടുമുറ്റത്ത് തന്നെ ഇടാൻ സാധിക്കുന്നുണ്ട്. അത്രയും പൊങ്കാലയുടെ എണ്ണം കൂടിക്കഴിഞ്ഞു. അപ്പോൾ ഈ പൊങ്കാലയ്ക്ക് മെയിനായിട്ടും പൊങ്കാല എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മൺകലം, പിന്നെ പച്ചരി, ശർക്കര, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അവരവരുടെ ഇതനുസരിച്ച് അതിൽ നെയ്യൊഴിക്കുന്നു, പിന്നെ പഴം ഇടുന്നു, അല്ലെങ്കിൽ തേങ്ങ ഇടുന്നു, പിന്നെ നട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് മെയിനായിട്ടും ഒരു വൃത്തിയുള്ള സ്ഥലത്ത് വളരെ ഐശ്വര്യമായിട്ട് ഇപ്പോൾ പലരും പല രീതിയിൽ ചെയ്യും. ചാണകം ഒഴുകും, അല്ലെങ്കിൽ അങ്ങനെ നേരത്തെ തന്നെ സ്ഥലം വൃത്തിയാക്കി വയ്ക്കും. അപ്പോൾ അവിടെ ഇഷ്ടിക വച്ച്, അതായത് 3 കോൺ വരത്തക്ക വിധമുള്ള ഇഷ്ടിക വെച്ച്, വൃത്തിയുള്ള ഇഷ്ടിക വെച്ച് അതിൽ കലം വെച്ച് ആദ്യം വെള്ളം ഒഴിച്ച് ഇല വെച്ച് അടച്ച് വെച്ചേക്കും. അപ്പോൾ പൊങ്കാല സമയമാകുമ്പോൾ ഇപ്പോൾ എല്ലാവരും ടി വി കൂടെ പല ചാനലിൽ കൂടെയും ലൈവ് നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ സമയമാകുമ്പോൾ ഇല വെച്ചോ പാത്രം വെച്ചോ അടച്ച് വയ്ക്കുന്നത് തുറന്ന് വെച്ച് നമുക്ക് തീ കത്തിക്കാൻ പാടുള്ളൂ. അപ്പം നേരത്തെ തന്നെ കൊതുമ്പ്, ചൂട്ട്, അങ്ങനെയുള്ള ഈ ചൂട്ട് തെങ്ങിൽ അത് അപ്പോൾ അതൊക്കെ ആദ്യമേ വെച്ച് റെഡിയാക്കും. പിന്നെ പറ്റുമെങ്കിൽ പിന്നെ പലരും പണ്ടങ്ങനെ പൊങ്കാല മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പലരും ഈ വിളക്കും പഴവും ഒക്കെ വെച്ച് പടുക്ക പോലെ വയ്ക്കുന്നുണ്ട്. അത് അവരവരുടെ ഒരു വിശ്വാസമാണ്. ഒരു എന്ത് തുടങ്ങുന്നതിന് മുമ്പേ ഒരു ഗണപതിക്ക് വെക്കുക എന്നുള്ള ഒരു വിശ്വാസം. പക്ഷെ അമ്മയുടെ പൊങ്കാല എന്ന് പറഞ്ഞാൽ പൊങ്കാല മാത്രമേ ഉള്ളൂ. അത് അങ്ങനെ അത് അവരവരുടെ മനസ്സിൻ്റെ താല്പര്യം അനുസരിച്ച് ചെയ്യുക. അതിലൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ വരുന്നത്, നമ്മൾ ഈ ചിലർ തിരിയിൽ എണ്ണ മുക്കി അല്ലെങ്കിൽ നെയ്യ് മുക്കി വെച്ചേക്കും. അപ്പം സമയമാകുമ്പോൾ ഈ തിരിയിൽ കത്തിച്ച് അതിനകത്ത് വെച്ച് പതുക്കെ തീ വയ്ക്കും. ഈ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളം കാണിക്കും. അത് വേണ്ട, നമുക്ക് സമയമുണ്ട്, ഇഷ്ടം പോലെ സമയമുണ്ട്. ഇവിടെ തന്നെ പൊങ്കാല ഒരുപാട് പേര് ഇടുമ്പോൾ വരുന്ന ബുദ്ധിമുട്ട് ഇതാണ്. ഈ ചൂട്ട്, ഈ പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന സാധനം കുത്തി കയറ്റി അതിങ്ങനെ 4 വഴിക്ക് തീയായിരിക്കും. അപ്പോൾ അടുത്ത് നിൽക്കുന്നവർക്കൊക്കെ അത് ബുദ്ധിമുട്ട്, ചൂട് കൂടും. നമ്മൾ വളരെ സമാധാനം, അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്നതല്ലേ, അപ്പോൾ വളരെ കുറച്ച് വെച്ച് ആ തീ ആ കലത്തിൻ്റെ മൂട്ടിൽ വളരെ നന്നായിട്ട് കിട്ടി പെട്ടെന്ന് തിളയ്ക്കും. പിന്നെ കലം ആവുമ്പോൾ കുറച്ച് സമയം എടുക്കും. ചിലർ പാത്രത്തിൽ വയ്ക്കും, വെങ്കല കലം അങ്ങനെയൊക്കെ വയ്ക്കുക. സ്ഥിരമായിട്ട് ഒരു വെങ്കല കലം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരുണ്ട്.
അപ്പം അതാകുമ്പോൾ പെട്ടെന്ന് ചൂടാവും. പക്ഷെ കലത്തിന് കുറച്ച് സമയം എടുക്കും. പക്ഷെ ചൂടായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. അപ്പോൾ അത് തിളച്ച് തുടങ്ങുമ്പോൾ നമ്മൾ അരി ഇടുക. അരി കഴുകി വെച്ചിട്ട് അതിന് 3 പ്രാവശ്യം നമ്മൾ ദേവിയെ മനസ്സ് വിചാരിച്ച് 2 കൈയിലും എടുത്ത് 3 പ്രാവശ്യം ഇട്ടിട്ട് പിന്നെ ബാക്കി ചിലർ കൂടുതൽ വയ്ക്കും, ചിലർ വളരെ കുറച്ച് വയ്ക്കും. അത് അവരവരുടെ. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാവരും പൊങ്കാല ഇടും. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ പായസമാണ്. അപ്പം നമ്മൾ ദേവിക്ക് വളരെ കുറച്ചായിട്ട് ഞാൻ ഇടാറുണ്ട്. അപ്പോൾ വളരെ കുറച്ച് ഇടും. കാരണം അത് കൂടുതലായാൽ അത് പിന്നെ ഒന്നും ചെയ്യാം. അങ്ങനെ നമ്മൾ കഴിച്ച് അതിനെ വളരെ ശുദ്ധിയോടുകൂടി തന്നെ അതിനെ വയ്ക്കണമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് അത് 3 നേരം ഇടുക. അത് കഴിയുമ്പോൾ അത് തിളച്ച് മറിയും. കിഴക്കോട്ട് മറിഞ്ഞാൽ വളരെ നല്ലതെന്ന് പറയും. ബാക്കിയൊന്നും കുഴപ്പമില്ല. അതൊക്കെ നമ്മൾ ഇത്രയും വലിയ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ച് വയ്ക്കുമ്പം എങ്ങോട്ട് മറിഞ്ഞാലും അത് ഐശ്വര്യമാണ്. അമ്മയ്ക്ക് ഐശ്വര്യം തന്നെയാണ്. പിന്നെ അഥവാ തിളച്ച് മറിഞ്ഞില്ലെങ്കിലും കുഴപ്പം. അങ്ങനെ നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ഇതെല്ലാം നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യമാണ്. നമ്മൾ നന്നായിട്ട് അത് ചെയ്യുന്നു എന്നുള്ളതാണ്. വളരെ ഭംഗിയായിട്ട് അതിന് വളരെ സമാധാനമായിട്ട് ചീത്തയാകാതെ ഒത്തിരി കത്തിച്ച് അത് വെള്ളം വറ്റി വല്ലാതെ ആകും. പിന്നെ ഈ ഇടുന്നവർക്ക് ക്ഷീണം വരാതെ നമ്മൾ വളരെ നന്നായിട്ട് ഇരുന്ന് ഇടുക. അപ്പോൾ വീട്ടിലാകുമ്പോൾ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല, അടുത്തടുത്തൊന്നും ആൾക്കാർ വരില്ല. അപ്പോൾ തിളച്ച് മറിയും. അപ്പോഴത്തേക്കും നമ്മൾ ശർക്കര ഇടുക. അപ്പോൾ വെള്ളം ഒരുപാട് വയ്ക്കാതെ ആവശ്യത്തിന് മാത്രം വെച്ച് വേണമെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കത്തക്ക അടുത്ത് കുറച്ച് ഒരു പാത്രത്തിൽ വെച്ച് വയ്ക്കുക. പിന്നെ ശർക്കര ഇട്ട് അത് കഴിയുമ്പോഴത്തേക്കും ആ ശർക്കരയും ഇതെല്ലാം വറ്റി നല്ലപോലെ ആകും. അപ്പോഴത്തേക്കും തേങ്ങ നമ്മൾ നേരത്തെ ചുരണ്ടി വയ്ക്കുമല്ലോ, തേങ്ങ ഇടും. പിന്നെ പഴമിടാം, നെയ്യിടാം. അത് നമ്മുടെ. പിന്നെ ഇതാണ് പൊങ്കാല. പിന്നെ പല വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. തെരളി ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ നേരത്തെ തെരളിക്കുള്ള ഇതൊക്കെ ശരിയാക്കി അത് ചുരുട്ടി ശരിയാക്കി വെക്കണം. അതുപോലെ മണ്ടപ്പുറ്റ്, പച്ചരി മാവ് പൊടിച്ചതും പിന്നെ പയറും ശർക്കര. പിന്നെ അതിലും നമ്മൾ എല്ലാവരും അവരവരുടെ ടേസ്റ്റാണ് ദേവിയുടെ ടേസ്റ്റായിട്ട് കാണുന്നത്. ഇപ്പൊ നമുക്കറിയാം ഒരുപാട് തരത്തിൽ പൊങ്കാല ഇടും. ശർക്കര പൊങ്കാല പോലെ തന്നെ ഒരുപാട് പൊങ്കാലകൾ, വെള്ള പൊങ്കാല. അതില് ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൊങ്കാല ഉണ്ടോ? അല്ലെങ്കിൽ ഇന്ന പൊങ്കാലയാണ് ഇവിടെ? അങ്ങനെയില്ല. എന്ത് ഭക്തിയോട് കൊടുത്താലും ദേവിക്കത് വളരെ സ്വീകാര്യമായിട്ടാണ്. പക്ഷെ ഈ നമ്മുടെ ഇവിടെ നിവേദ്യത്തിൽ ദേവിക്കുള്ള നിവേദ്യം ഉണ്ടല്ലോ, നിവേദ്യത്തിൽ പ്രധാനം മണ്ടപ്പുറ്റെന്ന് പറയും. മണ്ടപ്പുറ്റ് പ്രധാനം. പിന്നെ ശർക്കര പായസം ആണ്. അതങ്ങനെ നമ്മുടെ ദേവിയുടെ നിവേദ്യത്തിലെ സ്പെഷ്യലാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല, ഇതിൽ പലരും ചെയ്യുന്ന വെച്ചാൽ വ്രതം പലരും പല രീതിയിലാണ് വ്രതം എടുക്കുന്നത്. കാരണം ഈ 9 ദിവസവും വ്രതം എടുത്തിട്ട് അന്ന് രാവിലെ ഒന്നും കഴിക്കാതെ പൊങ്കാല ഇടുന്നവരുണ്ട്. പണ്ടൊക്കെ ശരിക്കും പ്രായം ചെന്നവരൊന്നും ഒന്നും കഴിക്കാറില്ല. ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്ന് പൊങ്കാല ഇടുന്നവരൊന്നും. പക്ഷെ ചിലർ എന്തെങ്കിലും കുറച്ച് നമുക്ക് അവരവരുടെ ആരോഗ്യവും പ്രധാനമാണ്. ദേവി ഒരിക്കലും കഷ്ടപ്പെട്ട് ചെയ്യണമെന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ ചെയ്യുന്നത് തൃപ്തിയോടുകൂടി ചെയ്യണം. അതായത് നമ്മൾ ചെയ്യാമോ ചെയ്തൂടെ എന്നുള്ള ഒരു കൺഫ്യൂഷൻ, ആശങ്കയുടെ ആവശ്യമില്ല. അവിടെ നമ്മൾ ദേവി എന്ന് പറയുന്നത് നമ്മൾ ശരി ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ്. എല്ലാം നമ്മളെ ഒരു ശക്തിക്കുള്ള വിശ്വാസമാണ്. നമ്മളെ ശരിയായ രീതിയിൽ നമ്മുടെ ജീവിതം അത് തന്നെയാണ്. ആ ഒരു പേടി, നമുക്ക് ഭയം ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു തോന്നൽ വരും. നമുക്ക് ഒട്ടും വയ്യ, മരുന്ന് കഴിക്കുന്നവരായിരിക്കും. അപ്പം മരുന്ന് കൃത്യസമയത്ത് കഴിക്കണം. ഒന്നും കഴിക്കാതെ മരുന്നും കഴിച്ച് അവസാനം സമയമാകുമ്പം ഒരു ബോധമില്ലാത്ത അവസ്ഥ വരും, തലകറക്കം വരും, അങ്ങനെ ഛർദില്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. വ്രതം എന്ന് പറയുന്നത് അവരവരുടെ ആരോഗ്യത്തിനെയും കൂടെ നോക്കി വേണം വ്രതം എടുക്കുക. അപ്പം ഈ ഇവരെന്താ വെച്ചാൽ അരി ആഹാരം കഴിക്കാതെ വ്രതം എടുത്തിട്ട് ഈ വെള്ളച്ചോറ് നിവേദ്യം കഴിഞ്ഞിട്ട് ഈ ചോറ് കഴിക്കുന്നവരുണ്ട്. പിന്നെ പയറ് വയ്ക്കുന്നവരുണ്ട്. ചെറുപയർ വേവിച്ച് തേങ്ങയിട്ട്, ചിലരതിൽ ശർക്കര കുറച്ചിടും. അങ്ങനെ പയർ വയ്ക്കും. ഈ ശർക്കര പായസം, മണ്ടപ്പുറ്റ്, തെരളി, ഇങ്ങനെയുള്ള എല്ലാ വിഭവങ്ങളും നിവേദ്യത്തിന് തുല്യമാണ്. നമ്മള് നിവേദിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ദേവിക്ക് അത് എങ്ങനെയാണ് നമുക്ക് സമർപ്പിക്കാൻ പറ്റുക? അവിടെ വീട്ടിൽ വെച്ചായിരിക്കും. വീട്ടിൽ വെക്കുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം തന്നെ
കിണ്ടി എല്ലാ വീട്ടിലും ഉണ്ടാവും സാധാരണ. ഇപ്പം ഈ കൊറോണയൊക്കെ വന്നതിന് ശേഷം മിക്കവാറും ഈ ബലി തന്നെ എല്ലാവരും വീടുകളിലാണ് ഇപ്പം ചെയ്യണത്. അപ്പോൾ കിണ്ടി എല്ലാവരും വീട്ടിലും, അല്ലെങ്കിൽ നമ്മൾ വിളക്കിന് കിണ്ടി വെക്കാറുണ്ടല്ലോ. അപ്പോൾ അതിൽ വെള്ളം നിറച്ച് തുളസിയോ അങ്ങനെ നമ്മൾ മനസ്സിൽ ധ്യാനിച്ച് തുളസി ഇട്ടാൽ അതൊരു വളരെ സുഗംഗ ജലമാണ് എന്ന് ഉള്ള ഒരു വിശ്വാസമാണ്. അപ്പോൾ അത് ചെയ്ത് ഇപ്പം പടുക്ക ഉണ്ടെങ്കിൽ അവിടെ അത് വെച്ച് വെക്കുക. വെച്ചിട്ട് ഈ നിവേദ്യം സമയമാകുമ്പോഴത്തേക്കും അതിനെ എടുത്ത് ചുറ്റിലും വിട്ട് അതിൽ തളിച്ച് ദേവിയെ മനസ്സിൽ എല്ലാം നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ദേവിയാണ്. അപ്പം ഈ സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ അത് മനസ്സിൽ വിചാരിച്ച് പറഞ്ഞ് അതങ്ങ് അർപ്പിക്കുക, അതങ്ങ് തെളിയിക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാം വളരെ പോസിറ്റീവായിട്ട് എടുത്ത് വേണം എല്ലാം ചെയ്യാൻ. അവിടെ ഒരു സംശയത്തിൻ്റെ കാര്യമില്ല. വളരെ പോസിറ്റീവായിട്ട് ചെയ്യുന്നത് എന്തും അമ്മയ്ക്ക് സ്വീകാര്യമാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മള് അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേര് ഇപ്പൊ തിരുവനന്തപുരത്ത് അല്ലാതെ തന്നെ വീടുകളിൽ പൊങ്കാല അർപ്പിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് അതിന് സമയക്രമങ്ങൾ ഉണ്ടാവുമോ? അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് പറയുന്നത്? എങ്ങനെ എന്താ വെച്ചാൽ ഇപ്പൊ നമ്മുടെ ജില്ലയിലല്ലാതെ മറ്റു ജില്ലകളിലുള്ളവരാണെങ്കിലും ഇപ്പോൾ ഒരു സമയമുണ്ടോ ഇന്ന സമയത്ത്? അല്ല, ഇത് തന്നെയാണ്. ഇപ്പൊ ഇപ്രാവശ്യം നോക്കിയാൽ നമുക്കറിയാം 9:45 9:45 അടുപ്പ് വെട്ട് ചടങ്ങ്. അത് കഴിഞ്ഞ് 2:15. അപ്പോൾ 9:45 ശേഷം തുടങ്ങുക. അതിന് മുമ്പ് തുടങ്ങാതിരിക്കുക. 9:45 ശേഷം 2:15 നിവേദിക്കാനും ശ്രമിക്കുക. ഇപ്പോൾ ചന്ദ്രഗ്രഹണം വരുന്നുണ്ട് പൊങ്കാലയുടെ അന്ന്. അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? പൊങ്കാല ഇടുന്നതിൽ ചന്ദ്രഗ്രഹണം ഒന്നും അതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഇല്ല, 2:15 ഇത് നിവേദ്യം കഴിയുന്നുണ്ട്. 2:15 തന്നെ ചെയ്യണം. കാരണം പിന്നെ അങ്ങോട്ട് അതിൻ്റെ ഒരു തുടക്കമായി കഴിയും ചന്ദ്രഗ്രഹണത്തിൻ്റെ. അതിൻ്റെ പീക്ക് അവേഴ്സാണ് 3:10 7. അതുകൊണ്ടാണ് 3:10 മുതൽ 7 വരെ ക്ഷേത്രം അടച്ചിടുന്നത്. ക്ഷേത്ര ദർശനം ഉണ്ടാവില്ല എന്ന് നമ്മൾ ഇത് നേരത്തെ തന്നെ എല്ലായിടത്തും പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പോൾ വ്യക്തിപരമായിട്ട് മാമിനോട് ചോദിക്കുന്ന സമയത്ത് നമുക്കറിയാം സ്ത്രീകളുടെ ഏറ്റവും വലിയ മുന്നേറ്റം എന്നാണ് നമ്മൾ ആറ്റുകാൽ പൊങ്കാലയെ വിളിക്കാറുള്ളത്. അപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എങ്ങനെയാണ് അമ്മയുടെ പൊങ്കാലയെ കാണുന്നത്? സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇതിലൊക്കെ വന്നതിന് ശേഷം എനിക്ക് വീട്ടിലിരുന്ന് അതിനെ ആസ്വദിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ ഇതെന്ന് പറയുന്ന ഒരു കൂട്ടായ്മയാണ്. സ്ത്രീകൾ ഒരുമിച്ച് വരുന്നു. പല നാട്ടിൽ നിന്നാണ് പലരും വരുന്നത്. അപ്പോൾ അവരൊരുമിച്ച് നമുക്ക് വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് അത് അർപ്പിച്ച് ക്ഷമയോടുകൂടി കാത്തിരുന്ന് നിവേദ്യം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ വരവും പോക്കും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ അമ്പലത്തിനടുത്താകുമ്പോൾ. എങ്കിലും എല്ലാവരും അടുത്ത വർഷം വരാനുള്ള ഒരു കാത്തിരിപ്പാണ്. അപ്പോൾ അത് നമുക്ക് വളരെ നമ്മൾ ഒരു ശക്തി പകർന്നു തരുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇവരെല്ലാവരും കൂട്ടായിട്ട് ഇപ്പോൾ ആണെങ്കിൽ സോഷ്യൽ മീഡിയ ഉണ്ട്. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നമുക്ക് തന്നെ അതിശയം തോന്നും. എവിടെയൊക്കെയോ ഉള്ളവർ ഒരുമിച്ച് അവർ കൂട്ടായിട്ട് വരുന്നു പോകുന്നു എന്നുള്ള അത് വളരെ ഒരു പ്രത്യേകതരമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ്. മാമിൻ്റെ ഒരു കുട്ടിക്കാലത്ത് ഈ പൊങ്കാല എങ്ങനെയായിരുന്നു? കുട്ടിക്കാലത്ത് ഇത്ര ജനപ്രവാഹമില്ല. എങ്കിലും എൻ്റെ ഒരു 5-6 വയസ്സിലാണെങ്കിൽ ഈ ഏരിയ ഇവിടെയൊക്കെ അപ്പോഴും നടപ്പന്തലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവിടെ തെങ്ങും പുരയിടമാണ്. അപ്പോൾ അവിടെയൊക്കെ ഇഷ്ടം പോലെ. പക്ഷെ അപ്പോഴും 2-3 ദിവസം മുമ്പ് ആൾക്കാർ വന്ന് അതുണ്ട്. അത് ഇപ്പോഴും മാത്രമല്ല, അത് പണ്ടേ. അതായത് ഇതൊക്കെ ഈ കൊല്ലം അങ്ങ് ദൂരെയുള്ള ഒരുപാട് പ്രായം ചെന്ന സ്ത്രീകൾ, അത് രസകരമാണത്. അവരിങ്ങനെ നിരന്നിരുന്ന ഇവിടെ എല്ലാ സൗകര്യമുണ്ട്, കുളിക്കാനും ഭക്ഷണം, ഉച്ചയ്ക്കാണെങ്കിൽ അന്നദാനമുണ്ട്. അപ്പം ഈ പരിപാടികളൊക്കെ കണ്ട് അവർ അത് ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യുന്നത് ഈ വരുന്നവരാണ്. ശരിക്കും ഞങ്ങളെക്കാളും എൻജോയ് ചെയ്യുന്നത്. കാരണം അവർ ഒരു ബാച്ച് സ്ത്രീകൾ വന്നിട്ട് അവരിതെല്ലാം കഴിഞ്ഞ് എന്നിട്ട് അവരൊക്കെ വളരെ വ്രതവും അങ്ങനെയൊക്കെ ചെയ്ത് വരും. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഇത് തന്നെ കഴിച്ച് പിന്നെ ഇവിടുത്തെ ബാക്കി ചടങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ചു. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു വർഷത്തിലൊരിക്കൽ ഇതൊരു ഭയങ്കര ഫ്രീഡമാണ് അവർക്ക് ഇവിടെ ഇങ്ങനെ വന്നെല്ലാം ചെയ്യാനും. പിന്നെ അതൊരു ആത്മീയപരമായ ഒരു കാര്യമാണ് അമ്മയെ കണ്ട് വണങ്ങി പോകുന്നത്. അപ്പോൾ എനിക്ക് ഇതാണ് കുട്ടിക്കാലത്ത് വരുമ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ വീട്ടിൽ വരുന്നവർക്ക് സഹായിക്കുക,
അപ്പോൾ വെള്ളം കൊടുക്കുക. അന്നൊക്കെ കുറച്ചുകൂടെ വെള്ളം കിട്ടുന്ന ലഭ്യത വളരെ കുറവായിരുന്നു. അന്നൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് വെള്ളം വരുന്നതൊക്കെ. ഇപ്പോൾ അതൊക്കെ മാറി. അപ്പോൾ വെള്ളം എടുത്തു കൊടുക്കുക, പിന്നെ തേങ്ങ ചിരവ കൊടുക്കുക, പിന്നെ അങ്ങനെയുള്ള എല്ലാ സഹായവും ചെയ്യും. ഞങ്ങളുടെ ഇവിടെ ഭക്ഷണം കൊടുക്കാറുണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്തു കൊടുക്കുക. പിന്നെ ഈ വരുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ പോയി ഇങ്ങനെ ഞങ്ങൾ ചോദിക്കും, എല്ലാ വർഷവും വരുന്നതാണോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഒരു രസകരമാണ്. പിന്നെ ഞങ്ങൾ പൊങ്കാല അർപ്പിക്കുന്നു. വലുതായി കഴിയുമ്പോൾ അതായി. പിന്നെ വീട്ടിൽ ഒരുപാട് പണിയും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്നിച്ചാണ് ചെയ്യുന്നത്. ഞാനും എൻ്റെ ബാക്കി ഉള്ളവരും അമ്മയും എല്ലാവരും. പക്ഷെ ഇപ്പം അതൊന്നും ചെയ്യാനുള്ള പറ്റുന്നില്ല. അപ്പം വേറെ ആൾക്കാരൊക്കെ വെച്ച് അങ്ങനെ. പിന്നെ കല്ലൊക്കെ വെച്ച് അടുപ്പുണ്ടാക്കുന്നതൊക്കെ ഞങ്ങൾ തന്നെയാണ് എല്ലാവർക്കും വേണ്ടിയിട്ട്. ആദ്യമൊക്കെ അത്യാവശ്യം സ്വന്തക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സ്വന്തക്കാരും മറ്റേ പരിചയക്കാരും മാത്രമേ ഉള്ളൂ. കാരണം കൃത്യമായിട്ട് വരുന്നവരാണ് എല്ലാ വർഷവും. അപ്പോൾ അവർ മാത്രമേ ഇപ്പം ഞങ്ങളുടെ വീട്ടിലൂടെ ഉള്ളൂ. ഇപ്പോൾ ഇതിനൊരു പ്രായപരിധിയുണ്ട്, ഇന്ന വയസ്സ് മുതലേ പൊങ്കാല ഇടാവുന്നുണ്ട്? അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ഇടാം. പിന്നെ വീട്ടിലാകുമ്പോൾ കൊച്ചു ആൺകുട്ടികളും എല്ലാം ചേർന്ന് ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യും. അങ്ങനെ അമ്മയുടെ ഏറ്റവും അടുത്ത് പൊങ്കാല സമർപ്പിക്കുന്നത് ആരായിരിക്കും? തിടപ്പള്ളിയിലല്ല, പുറത്തേക്ക് ഭണ്ഡാരയടുപ്പിന് ശേഷം. ഭണ്ഡാരടുപ്പിന് ശേഷം ഈ പറഞ്ഞ പോലെ നേരത്തെ വരുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞില്ലേ, അവർ തന്നെയാണ് അടുത്ത് അർപ്പിക്കുന്നത്. അത് നമ്മുടെ കോമ്പൗണ്ടിൽ തന്നെ ആ പാർക്കിംഗ് ഏരിയ. അതിന് വേണ്ടിയിട്ടാണ് അവർ 3 ദിവസം മുമ്പേ വരുന്നത്. കാരണം അടുത്ത് വരാൻ വേണ്ടിയിട്ടാണ് അവരിവിടെ വന്ന് ഈ ഭണ്ഡാര അടുപ്പിൽ തീ കത്തുമ്പോൾ കുരവേ ഇട്ടിട്ടാണ് ഓടിപ്പോയി അവിടെ ചെയ്യുന്നത്. അങ്ങനെ. എന്തായാലും ഒരുപാട് സന്തോഷം ഇത്രയും അറിവുകൾ പങ്കുവെച്ചതിൽ. താങ്ക്സ്.